നമസ്കാരം. ഗവർണറുടെ സ്വാതന്ത്ര്യദിന ചായ സൽക്കാരമായ അറ്റ് ഹോം പരിപാടിയിൽ നിന്ന് ചെയർമാൻ ബൈജുവിനെയും ബോർഡിലെ 15 അംഗങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കി. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ വൈകിട്ട് ലോക് ഭവനിൽ സംഘടിപ്പിക്കുന്ന ഈ വിശിഷ്ട ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റുന്നത ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരെ ഗവർണർ ക്ഷണിക്കാറുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ചെയർമാനും ബോർഡ് അംഗങ്ങൾക്കും അറ്റ് ഹോം സൽക്കാരത്തിലേക്ക് ക്ഷണം ലഭിക്കാതെ പോകുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിലും മൂല്യനിർണ്ണയത്തിലും ഗുരുതര വീഴ്ചകളും ക്രമക്കേടുകളും കണ്ടെത്തിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചും പ്രത്യേക അന്വേഷണ സംഘവും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണറുടെ ഈ നടപടി. ആസൂത്രണ ബോർഡ് പരീക്ഷകളിലെ ഡിജിറ്റൽ മൂല്യനിർണ്ണയ പിഴവുകളും തിരിമറികളുമാണ് പ്രധാന വിവാദങ്ങൾക്ക് വഴിവെച്ചത്. 2023 ജൂലൈയിൽ നടന്ന ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ ഉത്തരക്കടലാസിലെ പല ചോദ്യങ്ങളും മൂല്യനിർണ്ണയം നടത്താതെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇതിനു പുറമെ മറ്റു പരീക്ഷകളിലെയും അഭിമുഖങ്ങളിലെയും ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി 100-ലധികം പരാതികളാണ് SITക്ക് ലഭിച്ചിട്ടുള്ളത്. മുൻ ചെയർമാൻമാരും നിലവിലെ ഉന്നത ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. PSC പുനർമൂല്യനിർണ്ണയം ആരംഭിക്കുകയും കൂടുതൽ വിഷയങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. PSC ചെയർമാനെ നിയമിക്കാൻ ഭരണഘടനാപരമായ അധികാരമുള്ളത് ഗവർണർക്കാണെന്നിരിക്കെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെയും അംഗങ്ങളെയും ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് ലോക് ഭവന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കർശന നടപടികളിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.